ഒരു നാടൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? ആൻഡ് ദിസ് ഇസ് മൈ മമ്മി സ്പെഷ്യൽ. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ബീഫ് വേണം. ബീഫ് ഇല്ലാത്ത പിന്നെ എങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുക? പിന്നെ അതിലേക്കില്ലേ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മല്ലി അത് കടി കൊടുക്കുക. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെന്റ്സ് കാര്യങ്ങളൊന്നും കാണിക്കണില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ കയറ്റാം. അപ്പോഴേക്കില്ലേ വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വല്യുള്ളി ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ തന്നെ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റോ സ്മെല്ല് പോകുമ്പോഴേ അതിലോട്ട് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തക്കാളി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ചപ്പില്ലേ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആൻഡ് ദിസ് ടൈം ഫോർ ആഡിങ് മസാല പൗഡേഴ്സ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല എന്നല്ല, കുറച്ചൊക്കെ ഉണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലല്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ലൈം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ലൈമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് വേണം കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ കുരും എടുത്ത് കളയേണ്ടി വരും. അങ്ങനെ നേരത്തെ വേവിച്ച് വെച്ച ബീഫില്ല അത് ആഡ് ചെയ്ത് പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. പിന്നെ ഈ ഒരു ലീഫില്ലേ നെയ്ച്ചോറ്റിൻ്റെ എന്നാണ് ഇവിടെയൊക്കെ പറയാം. ഇനി വേറെ എന്തെങ്കിലും പേരിട്ടോന്നും എനിക്കറിയില്ല. നൗ വി റീച്ച് ദ ഫൈനൽ സ്റ്റേജ്. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള റൈസില്ലേ അത് ആഡ്. പിന്നെ കുറച്ച് ബിരിയാണിന്റെ മരുന്നില്ലേ അത് പൊടിച്ചതും കുറച്ച് ചപ്പും കൂടി ഇട്ടെടുത്ത് ലെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് ലെയറിൽ നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നാടൻ ബീഫ് ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ.